പോലീസിനെതിരായ പരാതിയും ആക്ഷേപവും പതിവ് പോലെ വീണ്ടും തുടരുന്നു എന്നുള്ളതിന് തെളിവാണ് കോഴിക്കോട്ട് മുക്കത്ത് നിന്ന് വരുന്ന വാർത്ത. അപകടത്തിൽപ്പെട്ട കാർ മോഷണം പോയ സംഭവത്തിൽ പോലീസ് കേസെടുക്കുന്നില്ല എന്നാണ് മാനിപുരം സ്വദേശിയായ അർഷാദിന്റെ ആരോപണം. നൽകിയ പരാതിയിൽ കേസെടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, പരാതിക്കാരുടെ CI മോശമായി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നു. പരാതിക്കാരനെ പോലീസ് മർദ്ദിച്ചെന്ന ആക്ഷേപം കൂടി ഉയരുമ്പോൾ സംഭവം കുറച്ചേറെ ഗൗരവമുള്ളതാണ്. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി നമുക്ക് നോക്കാം. എനിക്ക് എന്റെ എടുക്കേണ്ട പണി എനിക്കറിയാം. പൈസ വാങ്ങിക്കാൻ മുക്കം ഓടത്തെരുവിൽ അപകടത്തിൽപ്പെട്ട കാർ മോഷ്ടിച്ച സംഭവത്തിൽ പോലീസ് നിലപാടിനെതിരെയാണ് കാർ ഉടമയുടെ പ്രതിഷേധം. കഴിഞ്ഞ മാസം ഏപ്രിൽ 5-ന് കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ ഫോർച്യൂണർ കാറും സ്വിഫ്റ്റ് കാറും തമ്മിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. സ്വിഫ്റ്റ് കാറിൽ സഞ്ചരിച്ചെന്ന ഓമശ്ശേരി മാനിപുരം സ്വദേശി അർഷാദിന് കാര്യമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെയാണ് റോഡരികിൽ കാർ നിർത്തിയിട്ടത്. ഉടമ കാർ കാണാനില്ലെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ മുക്കം CI മോഷണത്തിന് കേസെടുക്കാനാവില്ലെന്ന് പറഞ്ഞു. എനിക്ക് എന്റെ എടുക്കേണ്ട പണി എനിക്കറിയാം. സംഭവത്തിൽ പരാതിക്കാരനെ പോലീസ് മർദ്ദിച്ചതായും ആക്ഷേപമുണ്ട്. പോലീസുകാർ തിരിച്ചിങ്ങോട്ട് ആക്രമിച്ച വിഷയമാണ്. മൂപ്പര് പറഞ്ഞ് നമ്മളെ ഭാഗത്തുള്ള കംപ്ലൈന്റ് സ്വീകരിക്കാൻ പറ്റൂല. കാരണം വെച്ചാൽ ഓരോ എന്തോ ഒരു ഒത്താശ നടത്തിക്കുന്നതിൽ 3-4 വട്ടമായിട്ട് ഓൾറെഡി അവിടെ പോകുന്നതായിരുന്നു. ഒരു പേപ്പറും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തന്നില്ല. അതിന്റെ പുറമെ നമുക്കെതിരെ അപകടത്തിൽ ഉൾപ്പെട്ട രണ്ടാമത്തെ കാറിലെ ആളുകളാണ് സ്വിഫ്റ്റ് കാർ കടത്തിക്കൊണ്ടുപോയതെന്നാണ് പോലീസ് പറയുന്നത്. ദൃശ്യങ്ങൾ വിവാദമായതോടെ കാറ് കൊണ്ടുപോയ ആളുകൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ എടുക്കേണ്ട പണി എനിക്കറിയാം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.